സിഗ്നൽ ഫൗണ്ടേഷനും സിഗ്നൽ മെസ്സഞ്ചറും വികസിപ്പിച്ചെടുത്ത ക്രോസ് പ്ലാറ്റ്ഫോം എൻക്രിപ്ഷനുള്ള സന്ദേശങ്ങൾ അയക്കുവാനുപയോഗിക്കുന്ന സേവനമാണ് സിഗ്നൽ. ഫയലുകൾ, ശബ്ദ സന്ദേശങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ ആളുകൾക്ക് നേരിട്ടും ഗ്രൂപ്പ് സന്ദേശങ്ങളായും അയക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് സിഗ്നൽ ഈ സേവനങ്ങളെല്ലാം ലഭ്യമാക്കുന്നത്. ആളുകളോട് നേരിട്ടും ഗ്രൂപ്പുകളായും ശബ്ദ, വീഡിയോ കോളുകൾ എന്നിവ ചെയ്യാനും ഇത് ഉപയോഗിക്കാം. ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് ഒരു SMS ആപ്ലിക്കേഷനായി ഉപയോഗിക്കാനും കഴിയും. സിഗ്നലിൻ്റെ ആദ്യ പതിപ്പ് 2014 ജൂലൈ 29 പുറത്തിറക്കിയത്. സാധാരണ മൊബൈൽ ഫോൺ, ടെലഫോൺ നമ്പറുകളെയാണ് സിഗ്നൽ അതിലെ ഉപയോക്താക്കളെ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്നത്. മറ്റു സിഗ്നൽ ഉപയോക്താക്കൾക്ക് എല്ലാ ആശയവിനിമയങ്ങളും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡായാണ് ഇത് അയക്കുന്നത്. ഉപയോക്താക്കൾക്ക് അവരുടെ കോൺടാക്റ്റുകളുടെ ഐഡന്റിറ്റിയും ഡാറ്റാ ചാനലിന്റെ വിശ്വാസ്യതയും സ്വന്തമായി പരിശോധിക്കാൻ കഴിയുന്ന മെക്കാനിസങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സിഗ്നൽ ഫൗണ്ടേഷൻ 2018 ഫെബ്രുവരിയിൽ $50 ദശലക്ഷം പ്രാരംഭ ധനസഹായത്തോടെ ആരംഭിച്ചു. വാട്സാപ്പിന്റെ സഹസ്ഥാപകനായിരുന്ന ബ്രയാൻ ആക്ടനാണ് സഹായം നൽകിയത്. ഇന്ന് ലോകത്ത് സിഗ്നലിന്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ 10 ദശലക്ഷത്തിലധികം ഡൗൺലോഡുകൾ ഉണ്ട്. സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രക്ഷോഭത്തിന്റെ കാലങ്ങളിലും സിഗ്നലിന്റെ ഉപയോഗത്തിന്റെ വളർച്ചാ നിരക്ക് വളരെ വേഗത്തിലായിട്ടുണ്ട്. സിഗ്നൽ ഐക്കണിന്റെ വിഷയത്തിൽ 2015 2020 വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബ്രയാൻ ആക്ടൻ നൽകിയ $50 ദശലക്ഷം പ്രാരംഭ ധനസഹായം സ്വീകരിച്ചാണ് ഈ സംഘടന പ്രവർത്തനം തുടങ്ങിയത്. 2017 സെപ്റ്റംബർ വാട്സാപ്പിന്റെ മാതൃകാ കമ്പനിയായ ഫേസ്ബുക്കിൽ നിന്ന് ആക്ടൻ രാജിവെച്ചു. 2020 വരെ സിഗ്നൽ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ ലാഭേച്ഛയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. 2021 ജനുവരി 7 പുതിയ ഉപയോക്തൃ രജിസ്ട്രേഷനുകളിൽ സിഗ്നൽ കുതിച്ചുയർന്നു. വാട്സാപ്പ് സ്വകാര്യതാ നയമാറ്റവും എലോൺ മസ്കും എഡ്വേർഡ് സ്നോഡനും ട്വിറ്ററിലൂടെ സിഗ്നൽ ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടതും രജിസ്ട്രേഷനുകളിലെ ഈ വർധനവിന് വലിയ കാരണമായി. വാട്സാപ്പ് ഉപേക്ഷിക്കുന്ന ഭൂരിഭാഗം ഉപയോക്താക്കളും സിഗ്നലിലേക്കല്ല എന്നും പകരം ടെലഗ്രാമിലേക്ക് 2.2 ദശലക്ഷം പോയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. iOS, ആൻഡ്രോയിഡ് ഡെസ്ക്ടോപ്പ് എന്നിവയിലെ മറ്റു സിഗ്നൽ ഉപയോക്താക്കളുമായി 1-to-1 ഗ്രൂപ്പ് വോയിസ് വീഡിയോ കോളുകൾ ചെയ്യാൻ സിഗ്നൽ ഉപയോക്താക്കളെ അനുവദിക്കുന്നു. 5 പേരടങ്ങുന്ന ഗ്രൂപ്പ് കോളുകൾ ചെയ്യാനും ഇത് സഹായകമാകുന്നുണ്ട്. ഭാവിയിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കാനുള്ള പ്ലാനുകളും ഉണ്ട്. ദീർഘദൂരവും അന്തർദേശീയവുമായ കോളുകൾ എല്ലാം സൗജന്യമാണിതിൽ. iOS, ആൻഡ്രോയിഡ്, ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്നിവയിലെ മറ്റ് സിഗ്നൽ ഉപയോക്താക്കൾക്ക് സന്ദേശങ്ങൾ, ഫയലുകൾ, ശബ്ദക്കുറിപ്പുകൾ, ചിത്രങ്ങൾ, ജിഫുകൾ, വീഡിയോ സന്ദേശങ്ങൾ എന്നിവ അയക്കാനും സിഗ്നൽ വഴി സാധിക്കും. ഗ്രൂപ്പ് സന്ദേശം അയക്കാനും ഈ ആപ്ലിക്കേഷൻ പിന്തുണക്കുന്നുണ്ട്. സിഗ്നൽ സന്ദേശങ്ങൾക്ക് പുറമെ എൻക്രിപ്റ്റ് ചെയ്യാത്ത SMS സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും അനുവദിക്കുന്നു. സിഗ്നലില്ലാത്ത കോൺടാക്റ്റുകളുമായി ആശയവിനിമയം നടത്താൻ ഉപയോക്താക്കൾക്ക് നിലവിലുള്ള ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കാം. സന്ദേശങ്ങൾക്ക് ടൈമറുകൾ സജ്ജീകരിക്കാനും സിഗ്നൽ ഉപയോക്താക്കളെ അനുവദിക്കുന്നു. ഉപയോക്താക്കളുടെ ഐഡന്റിറ്റികൾ പരിരക്ഷിക്കുന്നതിന് ഫോട്ടോകളിലെ ആളുകളുടെ മുഖം മങ്ങിയ രീതിയിലാക്കാൻ സിഗ്നൽ ഉപയോക്താക്കളെ അനുവദിക്കുന്നു. 2020 ഫെബ്രുവരിയിൽ യൂറോപ്യൻ കമ്മീഷൻ തങ്ങളുടെ സ്റ്റാഫുകൾക്കിടയിൽ സിഗ്നൽ ഉപയോഗിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ജോർജ് ഫ്ലോയിഡിന്റെ പ്രതിഷേധത്തിനോടൊപ്പം സിഗ്നൽ 1,21,000 പേർ ഡൗൺലോഡ് ചെയ്തു. 2020 ജൂലൈയിൽ ഹോങ്കോങ്ങിന്റെ ദേശീയ സുരക്ഷാ നിയമം പാസാക്കിയതിനു ശേഷം ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലും ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിലും ഹോങ്കോങ്ങിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനായി സിഗ്നൽ മാറി. 2020 വരെ വാഷിംഗ്ടൺ പോസ്റ്റ്, ദി ഗാർഡിയൻ, ന്യൂയോർക്ക് ടൈംസ്, വാൾ സ്ട്രീറ്റ് ജേണൽ എന്നിവ പോലുള്ള പ്രധാന വാർത്താ ഏജൻസികൾക്ക് സുരക്ഷിതമായി നുറുങ്ങുകൾ നൽകാനുള്ള കോൺടാക്റ്റ് രീതികളിലൊന്നാണ് സിഗ്നൽ.